തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ പ്രകടനം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് നേടിയ ഒരു സിറ്റുവേഷൻ, ഇതൊക്കെ തന്നെയാണ് വട്ടിയൂർക്കാവിനെ BJPക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു നിയോജക മണ്ഡലമാക്കി മാറ്റിയത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ ഇലക്ഷനിലാണെങ്കിലും അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും BJPക്ക് ലീഡ് നേടാൻ പറ്റിയ തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഒരുപക്ഷെ നിയമം കഴിഞ്ഞാൽ BJPക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലം എന്ന് വേണമെങ്കിൽ നമുക്ക് വട്ടിയൂർക്കാവിനെ വിലയിരുത്താൻ സാധിക്കും. RSSന് ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ശരിക്കും BJPക്ക് ഏത് വിധേനയും പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ് നിലനിൽക്കുന്നത്. ശ്രീലേഖ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തിറങ്ങുകയാണ്. ഒരുപാട് അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ IPS, ആദ്യത്തെ വനിതാ DGP, ശാസ്തമംഗലം കൗൺസിലർ, നിലവിലെ ശാസ്തമംഗലം കൗൺസിലർ ശ്രീലേഖ BJPക്ക് വേണ്ടി ബാറ്റിലിൽ ഇറങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായത്. എന്തായാലും അതൊരു വലിയ തീരുമാനം തന്നെയാണ് BJPയെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് നേമത്തും കഴക്കൂട്ടത്തും സ്ഥാനാർത്ഥി ആരാണെന്ന് നേരത്തെ തന്നെ അറിഞ്ഞ് അവർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് പോലെ ഇത്രയും പ്രാധാന്യമുള്ള, ഇത്രയും ജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ വൈകിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വൈകിപ്പിക്കുന്നത് തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും അധികം വൈകാതെ തന്നെ LDFും UDFും കളത്തിൽ നിറയുന്നതിന്, അല്ലെങ്കിൽ കളം നിറയുന്നതിന് മുമ്പ് തന്നെ BJP അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടും ശ്രീലേഖ നിലവിലെ സാഹചര്യത്തിൽ ഒരു ആപ്റ്റായുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. കാരണം ശോഭാ സുരേന്ദ്രനോ K സുരേന്ദ്രനോ ഒക്കെ വരികയാണെങ്കിൽ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഹെവി ബാറ്റിൽ അവിടെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ വളരെ സജീവമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ വരുന്നത് വളരെ മികച്ച ഒരു തീരുമാനമായിരിക്കും എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ശോഭാ സുരേന്ദ്രൻ പാലക്കാടും K സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും മത്സരിക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അടുത്തൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള ഒരു ഇമേജുമായിട്ടാണ് ശ്രീലേഖ വരുന്നത്. VK പ്രശാന്തിന് പഴയ ഒരു ഇമേജ് ഇല്ല എന്നതാണ് ഒരു വസ്തുത. ശ്രീലേഖയുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് തന്നെ ഓഫീസ് വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇമേജ് കുറേയൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് PR വർക്കിൻ്റെ പുറത്ത് കെട്ടിപ്പടുത്ത ഒരു ഇമേജാണ് VK പ്രശാന്തിനുള്ളത്. പക്ഷെ അതിലൊരു വലിയ കോട്ടം ആ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ VK പ്രശാന്തും ശ്രീലേഖയും ഏറ്റുമുട്ടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് ബാറ്റിലിനാണ് വട്ടിയൂർക്കാവ് കളം ഒരുങ്ങുന്നത്. എന്തായാലും മത്സരം VK പ്രശാന്തും ശ്രീലേഖയും തമ്മിലാണ്. ഇപ്പോൾ മുരളീധരനായിരിക്കും UDFിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. മുരളീധരൻ വരുമ്പോൾ കാര്യമായിട്ടുള്ളൊരു പോരാട്ടം ഒന്നും കാഴ്ചവെക്കാൻ അവിടെ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒന്നാമത് ഒരു മോശം ഇമേജ് K മുരളീധരൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുണ്ട്. ഇടയ്ക്ക് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പോയി. ഇടയ്ക്ക് വെച്ചിട്ട് മണ്ഡലത്തെ അനാഥമാക്കിയിട്ടാണ് മുരളീധരൻ പോയതെന്നുള്ള ഒരു ആരോപണം വളരെ ശക്തമാണ്. ആ രീതിയിലൊരു വികാരമുണ്ട്. അതുകൂടാതെ തന്നെ BJP RSS പ്രവർത്തകർക്കിടയിൽ, ഹിന്ദുത്വ അനുഭാവികൾക്കിടയിൽ മുരളീധരനെതിരെയുള്ള വികാരം ശക്തമാണ്. പ്രത്യേകിച്ച് BJPയുടെ വിജയം തടയാൻ വേണ്ടി ആസൂത്രിതമായി മുരളീധരൻ ഓരോ തെരഞ്ഞെടുപ്പിലും രംഗത്ത് വരുന്നു എന്നുള്ളത് വളരെ സജീവമായി നിൽക്കുന്നൊരു വാദമാണ്. അപ്പം അതിനെ മറികടക്കുക, അതിനുവേണ്ടി ഇപ്പം ശ്രീലേഖ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ശക്തമായിട്ട് തന്നെ BJPയുടെ RSSനെ കേഡർ രംഗത്തിറങ്ങും വട്ടിയൂർക്കാവിൽ നിന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീലേഖയെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയ അനുഭവപരിചയം ഇല്ല എന്നുള്ളതാണ്. DGP എന്നുള്ള രീതിയിലൊക്കെ ഓക്കെയാണ്. പക്ഷെ അതിനുശേഷം അവർ രാഷ്ട്രീയ രംഗത്ത് വന്നതിന് ശേഷം അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള ആ ഒരു പക്വതയോ അനുഭവപരിചയമോ ഇല്ല എന്നുള്ള ഒരു ആരോപണം, അല്ലെങ്കിൽ ആ രീതിയിലൊരു പരാതി പലയിടങ്ങളിലും വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം. കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ BJPയെ ട്രാപ്പിൽ വീഴ്ത്താനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കും. ശ്രീലേഖ അതിന് ഇരയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം ശ്രീലേഖയുടെ ഭാഗത്തു നിന്നും, അതൊക്കെ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു സംവിധാനം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇനിയുള്ള ഓരോ നിമിഷവും ഇത്തരം വിവാദങ്ങൾക്കൊക്കെ വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് എല്ലാ ചാനലുകളും റേറ്റിങ്ങിന് വേണ്ടി മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിന് ഒരു ട്രാപ്പ് ആകാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ശ്രീലേഖയ്ക്ക് മുമ്പുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. പിന്നെ വനിതാ വോട്ടർമാർ കൂടുതലുള്ളൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അപ്പോൾ അതൊക്കെ ശ്രീലേഖയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഒരു ഉദ്യോഗസ്ഥ നഗരമാണ് തിരുവനന്തപുരം. അവിടെ സ്വാഭാവികമായിട്ടും ഒരു IPS ഉദ്യോഗസ്ഥയായിരുന്ന ഒരു വ്യക്തി, അതും കേരളത്തിലെ ആദ്യത്തെ IPS ഉദ്യോഗസ്ഥ എന്നുള്ള ആ ഒരു ഇമേജൊക്കെ ശ്രീലേഖയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. നിലവിലെ ഇൻകംബന്റ് ശാസ്തമംഗലം കൗൺസിലറാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വട്ടിയൂർക്കാവിൽ ശ്രീലേഖയ്ക്ക് ഏറ്റവും കൂടുതൽ നിർണായകമാകുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലകളിലെ പ്രകടനം തന്നെയായിരിക്കും. കാരണം നഗരമേഖലയിൽ ഒരു നിർണായക സ്വാധീനം ശ്രീലേഖയ്ക്ക് നിലവിലുണ്ട്. ഒരു മേധാവിത്വമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നഗര വോട്ടർമാർക്കിടയിൽ. പക്ഷേ ഗ്രാമീണ മേഖലകളിലേക്ക് ഇറങ്ങുമ്പോൾ അതേ രീതിയിലുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാനും മികച്ച പ്രവർത്തനം അവിടെ നടത്താനും BJPക്ക് സാധിക്കണം. പ്രത്യേകിച്ച് VK പ്രശാന്തിനെ പോലുള്ള ഒരു ഇൻകംബൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം പോപ്പുലറായ ഒരു MLAയെ പരാജയപ്പെടുത്തണമെങ്കിൽ ഗ്രാമീണ മേഖലയിലും BJP ഒരു മുന്നേറ്റം ഉണ്ടാക്കേണ്ടതുണ്ട്. RSSന്റെ പ്രവർത്തനമൊക്കെ ഇതിന് സഹായകരമാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നായിട്ട് വട്ടിയൂർക്കാവ് മാറുകയാണ്.
ഫലം എങ്ങനെ വരുമെന്ന് നമുക്കൊരിക്കലും വിലയിരുത്താൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വീണ്ടും പറയാൻ പറ്റും, മത്സരം ആർഷയിലേക്കും വി കെ പ്രശാന്തും തമ്മിലാണ്. അപ്പോൾ മുരളീധരൻ എത്രത്തോളം ഈ ഒരു മത്സരത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കുമെന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്.